ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ചില ദിവസങ്ങൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും, നല്ല എനർജി ആയിരിക്കും. പക്ഷേ ചില ദിവസങ്ങൾ എന്താ പറയുക, എനർജി ഭയങ്കര ഡൗൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഏറെക്കുറെ എൻ്റെ മൂഡ് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. പിന്നെ ഇത് രാവിലെ തന്നെ റയ്യു ബേബി ഇത് അമ്മാൻ്റെ അടുത്ത് നിന്ന് ചീത്തയും തല്ലൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ശേഷം വന്നിട്ട് ദോശ ചൂടുകയാണ് കേട്ടോ. ഇമ്മ തെറുത്തി പിടിച്ചിട്ട് ദോശ ഉണ്ടാക്കുക കേട്ടോ. കാരണം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്മ കടന്നിട്ട് ഒരു 8 മണിയൊക്കെ ആയിട്ടാണ് നീച്ചേക്കണത്. അപ്പോൾ അതിൽ ഓനിക്ക് സ്കൂൾക്ക് നേരം വെക്കല്ലോ വെച്ചിട്ട് തെറുത്തി പോയിട്ട് ഉമ്മ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ദോശ ചൂടണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ വന്നപ്പോൾ ഉമ്മ ചീത്താനും ചെയ്തുകൊണ്ട് തല്ലർക്കും ചെയ്തുകൊണ്ട് അപ്പോൾ കുറേ നേരം പുറത്ത് കുത്തിരുന്നിട്ട് പിന്നെ വെച്ചിട്ട് എന്നിട്ട് 2 ദോശയൊക്കെ ചുട്ടിട്ടോ. സംഭവം എനിക്ക് ദോശ ഉണ്ടാക്കാനൊക്കെ നേരം വെക്കണ്ട വെച്ചിട്ട് ഉമ്മ ചീത്ത പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ശരി ഇതാ അതിൻ്റെ ഒരു ഇട്ടിട്ടുണ്ട്. പുറത്ത് വന്നിട്ട് ഭയങ്കര പാട്ടുണ്ട് അപ്പൊ അതും പാട്ടൊക്കെ ഇരുന്ന് പാടിട്ട് ഞാനൊരു പരുവത്തിൽ പറഞ്ഞിട്ട് ഞാൻ സോപ്പിട്ടിട്ട് വിളിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ആള് പിണങ്ങിയിരിക്കാറുണ്ട്. പിന്നെ ഹെൽബേബിനെ മെല്ലെ ഉള്ളിൽ കയറ്റിട്ടോ. ഇല്ലെങ്കിൽ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേന് ഓൻ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്കോ അങ്ങനെ റോട്ടുമ്മൊക്കെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് പണി ഒപ്പിക്കൂട്ടോ. പിന്നെ ഉമ്മ അതാ ബാക്കി ദോശയൊക്കെ ചൂടാണ്. പിന്നെ കിഴങ്ങ് ഉമ്മ നുറുക്കിയിട്ട് എന്താ പറയുക പൊരിക്കാൻ വെച്ചേക്കുന്നു കേട്ടോ. റയ്യു ബേബിക്ക് ഞാൻ എപ്പോഴും എന്താ പറയുക രാത്രിയാണെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക ഓന് ഈ മുട്ടായിട്ട് അധികമായ കാരണം ഇടയ്ക്ക് ഞാൻ ബ്രഷ് ചെയ്യാൻ മറക്കലുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ചെയ്യുക എന്താ പറയുക ഓൻ ഉറങ്ങിപ്പോവും. അപ്പോൾ മിഠായി കഴിച്ചിട്ട് അങ്ങനെ ഉറങ്ങിയാൽ അങ്ങനെ കേട്ടോ പല്ല് കേട് വന്നിക്കണത്. അല്ലാതെ ഞാൻ എപ്പോഴും ഓന് രാത്രിയും പകലൊക്കെ ഞാൻ എപ്പോഴും പല്ല് തേപ്പിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. ബേബിക്ക് ഏറ്റവും ഇഷ്ടം കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ കിഴങ്ങ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ എന്താ പറയുക കിഴങ്ങ് ഉണ്ടെങ്കിൽ അങ്ങനെ ഓന് ഫുഡ് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ബേക്കറി ഞാൻ എന്താ പറയുക കേക്കും അതിലുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ എന്താ പറയുക കൊടുത്ത് പെടലില്ല കേട്ടോ. കാരണം അത് കഴിച്ചിട്ടില്ല പല്ലും പാടും കേടുണ്ടാച്ചിട്ട് കേട്ടോ. പിന്നെ പല്ല് വേദന ഉള്ള ഭാഗത്ത് ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെറിയ എന്താ പറയുക പൊത്തുപോലെ ചെറിയ ഓട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം ചെന്നാൽ പിന്നെ വേദന വരും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം കഴിക്കരുതെന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെ ഓനക്ക് ഫുഡ് കൊടുത്ത് ഓൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഷേസു ബേബിക്ക് ഫുഡൊക്കെ കൊടുത്തുട്ടോ. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചുട്ടോ. പിന്നെ ഇത് ആകെ അലമ്പായി കിടക്കുക കേട്ടോ. രാവിലെ അങ്ങോട്ട് നീച്ചാൽ റയ്യാൻ പോവോളം എന്താ പറയുക ആകെ കൂടി വെതറി വെളിച്ചങ്ങാണ്ട് ആകെ കൂടി അലമ്പായി കിടക്കുക കേട്ടോ. എന്നിട്ട് പോയതിൻ്റെ ശേഷമുള്ള എന്താ പറയുക ഞാൻ ഫുള്ള് നീറ്റാക്കാൻ നിൽക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മ കണ്ടില്ല അടുക്കള നല്ല വൃത്തിയാക്കിക്കണം കേട്ടോ. അടുക്കള നല്ല സെറ്റപ്പ് ആക്കിക്കണം. ഇനി എനിക്ക് ബാക്കിയുള്ള എന്താ പറയുക ഇവിടെയൊക്കെ അവിടെ നീറ്റാക്കി ഇട്ടാൽ ഏറെക്കുറെ എല്ലാ പണികളും അവിടെ കഴിഞ്ഞ് വിട്ടുട്ടോ. പിന്നെ ഇതാ ഉമ്മ കണ്ടില്ലേ ഉമ്മ ഒന്ന് പുറത്ത് എന്താ പറയുക ഫസ്റ്റ് തന്നെ ഉമ്മ പുറത്ത് തുടക്കാൻ നിൽക്കണം കേട്ടോ. ജനലും പിന്നെ എന്താ പറയുക സിറ്റോടൊക്കെ ഞാൻ പറയുന്നുണ്ട് ഉമ്മ ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ഉമ്മ കച്ചറ ഉണ്ടാക്കിയിട്ട് നിൽക്കണം. ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ അടിച്ചോരിക്കൊണ്ട് എന്നൊക്കെ പറയാണ്. പക്ഷെ അതിൻ്റെ മുന്നേ ഉമ്മ തന്നെ പോയിട്ട് എന്താ പറയുക ഞാൻ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് ഉമ്മ അവിടെ സിറ്റോടൊക്കെ തുടച്ചിട്ട് നല്ലോണം നീറ്റാക്കി ഇട്ടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ അടിച്ചോരുക തുടക്കുക അങ്ങനത്തെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചെയ്യാൻ നേരം വയ്ക്കുക പിന്നെ ഉമ്മ പോയിട്ട് അതൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ നേരത്തെ ചെയ്താൽ പിന്നെ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാനത് നേരത്തെ ചെയ്യലാണ് കാരണം എന്താ പറയുക ഉമ്മ അത് ചെയ്യേണ്ട വെച്ചിട്ട് കേട്ടോ. കാരണം ഉമ്മക്ക് പെട്ടെന്ന് എന്താ പറയുക പണികളും കഴിക്കണം നീറ്റായിട്ടും ഇരിക്കണം. ആകെ കൂടി എന്താ പറയുക ഒരു മഴക്കാറ് മൂടിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. രാവിലെ തന്നെ എന്താ പറയുക നല്ല മഴക്കാറ് മൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും മഴക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഈ മഴയുള്ള ദിവസം എന്താ പറയുക മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണികൾ ഇങ്ങോട്ട് നീങ്ങൂല കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് മഴ പെയ്യുമ്പോൾ പണികൾ എത്ര എടുത്താലും നീങ്ങന്നെയല്ല കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക തിരുമ്പാൻ പുറത്തേക്ക് പോകാനും പറ്റൂല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കാരം മഴ ഇങ്ങനെ പെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. പ്രത്യേകിച്ച് എണ്ണക്കടികളോട് ഭയങ്കര ഇഷ്ടമാക്കാറ് കേട്ടോ. പറഞ്ഞങ്ങോട്ട് നാവ് എടുത്തിട്ടില്ല അപ്പത്തിന് എന്താ പറയുക നല്ല അടിപൊളി മഴ പെയ്യാട്ടോ. പെരും മഴ.
കുളിക്കണീൻ്റെ ഇടയിലാട്ട മഴ പെയ്തത്. അപ്പോൾ കുറച്ച് നേരം എന്താ പറയുക മഴ ഇങ്ങനെ നോക്കി കാണും, എന്താ പറയുക മഴയത്തേക്ക് ഇവിടെ ഇറങ്ങാൻ തോന്നും കേട്ടോ. അപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ട് ഒന്നിട്ട് നനഞ്ഞു കേട്ടോ. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ എന്താ പറയുക എൻ്റെ ഉമ്മ കാണാതെ കുറേ ഞാൻ മഴ നനഞ്ഞിക്കുന്നു കേട്ടോ. ഞാൻ ബേക്കൊക്കെ മണ്ടിയിട്ട് എന്താ പറയുക മഴയത്ത് ഇങ്ങനെ നമ്മൾ മോളിൽ നിന്ന് വെള്ളം ചാടുമല്ലോ, അവിടെ നിന്നിട്ട് ഞാൻ പണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ കുളിക്കടക്കം ചെയ്തിരിക്കണം കേട്ടോ, ഷവർ പോലെ ആക്കിയിട്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. അങ്ങനെ നല്ലോണം അത് മഴ നനഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ. ഈ ചില ടൈമിലൊക്കെ എന്താ പറയുക മഴ ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. ചിലപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുളിക്കണീൻ്റെ മുന്നേ കുറച്ച് മുഖത്ത് എണ്ണയൊക്കെ തേച്ചിട്ടൊന്ന് മസാജ് ചെയ്യുക കേട്ടോ. ഞാൻ എപ്പോഴും പറയലില്ല നിങ്ങളോട്, നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ മാറ്റി വെക്കണം. പ്രത്യേകിച്ച് നമ്മൾ സ്കിൻ കെയറിൻ്റെ കാര്യത്തിലൊക്കെ എന്താ പറയുക ഒരു 5-10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം. നമ്മളെന്താ പറയുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ പാക്ക് അല്ലെങ്കിൽ സ്ക്രബ് ക്ലെൻസിങ് ഇങ്ങനെയൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലെ മസാജ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമുക്കൊരു 10-25 വയസ്സൊക്കെ ആയില്ലേ, നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്താ പറയുക അത്യാവശ്യം നമ്മളെ സ്കിന്നിൽ ചൊളിവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ സാധാ വെളിച്ചെണ്ണ ഉള്ളത് എടുത്തിട്ട് എന്താ പറയുക ഇതുപോലെ എന്താ പറയുക 2 കവിളിൻ്റെ സൈഡിലും പിന്നെ നമ്മൾ എന്താണ് നമ്മളെ കവിൾ ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് മുകൾക്ക് ഇങ്ങനെയും പിന്നെ നമ്മൾ ഈ ചിന്ന് നമ്മൾ അടിയത്തെ ഈ സംഭവമല്ലേ ഈ കഴുത്തിൻ്റെ അടിയത്തെ ഡബിൾ ചിന്നൊക്കെ അല്ലേ അവിടെ എന്താ അതൊക്കെ നല്ല ഒതുങ്ങിയിട്ട് നല്ല നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത് ഹെൽപ്പാവും കേട്ടോ. ഓയിൽ സ്കിന്നാണെങ്കിൽ നല്ലോണം സോപ്പിട്ട് കഴുകണം കേട്ടോ. എൻ്റെ ഓയിൽ സ്കിന്നാണ്, ഞാൻ നല്ലോണം സോപ്പിട്ട് കഴുകലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എണ്ണ തേക്കണോണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളത് കഴുകി കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കുരു വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് മസാജ് ചെയ്യാനും ഒരു പാക്ക് ഇടാനൊക്കെ എന്താ പറയുക നമ്മൾ സമയം സമയം ഇല്ലെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തട്ടെ. എല്ലാവർക്കും ഇപ്പോൾ ടൈം ഉണ്ടായിട്ടൊന്നുമല്ല ഇപ്പോൾ ഞാനും ചെയ്യണത്, ഞാൻ സമയം കണ്ടെത്തിയിട്ട് ചെയ്യണതാട്ടോ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഷേസു ബേബിക്ക് കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടോ ഓന് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടോ. ഇന്ന് എന്താ പറയുന്നത് അത്യാവശ്യം വലിയ കൂട്ടാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ അമ്മ ഇന്നലെ ഉണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു, പിന്നെ അമ്മ സാലഡ് ഉണ്ടാക്കിക്കണം കേട്ടോ. സാലഡ് പറഞ്ഞാൽ കുക്കുംബർ ഇട്ടിട്ട് അമ്മ സാലഡ് ഉണ്ടാക്കിക്കണം, അതും പിന്നെ കറിയും കുറച്ച് കടലൊക്കെ ഉള്ളത് എടുത്ത് കൂട്ടിയിട്ട് കഴിച്ചിട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ അത് നമ്മൾ റയ്യു ബേബിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകുക കേട്ടോ. 3 ദിവസം മരുന്ന് കൊടുത്തിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കട്ടെ. ഷേസു ബേബീനെ നമ്മൾ ഇമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ട് ഡോക്ടറെ കാണിച്ചു. എന്നിട്ട് ഡോക്ടർ എന്താ പറയുക ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ മരുന്ന് വെച്ച് ഇതാക്കി കാണിട്ടോ. പിന്നെ വേദന വരികയാണെങ്കിൽ നോക്കിയിട്ട് പിന്നെ പോടടിച്ചാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ഗുളികയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം 2-3-4 ദിവസമായിട്ട് ഈ പോക്കും വരവും കാരണം ഒന്നും വാങ്ങിയിട്ടില്ല. വന്നിട്ട് ഞാനിതാ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടോ. പാലൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ കുടിക്കാൻ വാങ്ങേണ്ട പാലൊന്ന് ലേസം എടുത്തിട്ട് ചായ ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല.